നമസ്കാരം പ്രിയമുള്ളവരെ. ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷത്തെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്താണോ പറയുന്നത് അതിന് നേർവിപരീതമായ കാര്യങ്ങളാണ് ഇപ്പോൾ ആ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് തൽക്കാലം ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്ന ഒരു നയപരിപാടിയുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകില്ല എന്നായിരുന്നു. കാരണം അവിടെ ഇറാൻ പ്രക്ഷോഭകാരികളെ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകളെ തൂക്കിക്കൊല്ലുന്നത് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. അത് തൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ്, തൻ്റെ നടപടികൾ ഉണ്ടാകുമെന്ന് ഭയന്നാണ് എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകം കുറച്ച് ദിവസങ്ങൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പ് വിട്ടിരുന്നു. ഇപ്പോൾ ഇറാൻ അമേരിക്കയാൽ ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവ വികാസം ഉണ്ടാകില്ല എന്ന രീതിയിൽ യുദ്ധഭീതി താൽക്കാലികമായി ഒഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ നാവിക വ്യൂഹം, അതായത് എബ്രഹാം ലിങ്കൺ ഉൾപ്പെടുന്ന യുദ്ധക്കപ്പൽ ഉൾപ്പെടുന്ന അർമാദ എന്ന് പറയുന്ന നാവിക വ്യൂഹം ഏകദേശം ഇറാന് സമീപം എത്തിയിട്ടുണ്ട് എന്ന ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. അതായത് ഇപ്പോൾ ആ നാവിക കപ്പലുകളുടെ ആ വ്യൂഹത്തിൻ്റെ ഒരു സഞ്ചാരപഥം വെച്ച് ഇറാനെ ആക്രമിക്കുവാൻ തക്കവണ്ണം ആ നാവിക വ്യൂഹം ഇറാന് സമീപം എത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാണ്. ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഇതിന് കൊടുക്കുന്നവരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ നാവിക വ്യൂഹം അവിടെ പോകുന്നത് നമുക്ക് യുദ്ധം ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരിക്കില്ല, പക്ഷേ എന്നാൽ യുദ്ധം ചെയ്യുവാനുള്ള സാഹചര്യവും ഉണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. ഒന്നുകിൽ മഴ പെയ്യാം അല്ലെങ്കിൽ പെയ്യാതിരിക്കാം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണവും വിശകലനവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുവാനുള്ള സാധ്യത അമേരിക്കൻ പ്രസിഡന്റ് തള്ളിക്കളയുന്നില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു അഭിപ്രായമാണ് ഇന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. മറ്റൊന്ന്, ഇറാന്റെ IRGCയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഏതു നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാം, തങ്ങളുടെ നേതൃത്വത്തിൻ്റെ, അതായത് ഇറാനിലെ മത നേതൃത്വത്തിൻ്റെ ഒരു ഉത്തരവ് കാത്തിരിക്കുകയാണ്, തങ്ങളുടെ കൈകൾ കാഞ്ചിയിലാണ്, ഏതു നിമിഷവും ഒരു യുദ്ധം അമേരിക്കയും ഇറാനും തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന രീതിയിലാണ് IRGCയുടെ ഭാഗത്ത് നിന്ന് ഇതിന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത് IRGCയുടെ ഒരു നിലപാടും നടപടിയും എന്തായിരിക്കും ഇറാനിൽ എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ അവസരത്തിൽ. കാരണം ഇപ്പോൾ ഇറാനിലെ മതഭരണകൂടത്തെ താങ്ങി നിർത്തുന്നത് IRGCയുടെ സുശക്തമായ നടപടികളാണ്. അത്രത്തോളം ദൃഢമാണ് IRGCക്ക് അവിടുത്തെ മത മേധാവികളോട് അല്ലെങ്കിൽ ആ മത നേതൃത്വത്തോടുള്ള വിധേയത്വം വളരെയധികമാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ. കാരണം ഈ അടുത്ത സമയങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിൽ IRGCയുടെ പങ്ക് വളരെ വലുതായിരുന്നു. IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അത് ഇറാനി മതഭരണകൂടത്തോട് വലിയ രീതിയിലുള്ള വിധേയത്വം പുലർത്തുന്നു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അവരുടെ ഉപവിഭാഗമായ ഖുദ്സ് ഫോഴ്സ് അത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ, ഹിസ്ബുള്ളയും അതുപോലെ യമനിലെ ഹൂത്തികളും ഉൾപ്പെടുന്ന പ്രോക്സി ഗ്രൂപ്പുകളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഏകോപിക്കുകയും ചെയ്യുന്നത് ഈ ഖുദ്സ് ഫോഴ്സ് ആണ്. അതും വളരെ ദൃഢമായി തന്നെ ഇറാനിലെ മതഭരണകൂടത്തിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നു. അതും ഈ ഭരണകൂട വിരുദ്ധ കലാപങ്ങളെ അടിച്ചമർത്തുന്നതിന് ഭരണകൂടത്തെ സഹായിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ആ മേഖലയിൽ യമനിലെ ഹൂതികളും യുദ്ധരംഗത്ത് വരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു പക്ഷം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ ചെങ്കടലിൽ തങ്ങൾ മുക്കും എന്നാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഒരു അവകാശവാദം ഉണ്ടാകുന്നത്. ചെങ്കടൽ തങ്ങൾ ഉപരോധിക്കും, ഇപ്പോൾ വന്നിട്ടുള്ള ഈ അൽമാദ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടുന്ന ആ കപ്പലുകളെ തങ്ങൾ ചെങ്കടലിൽ മുക്കും എന്നൊരു അവകാശവാദം ഹൂതികളുടെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ കൂടുതൽ സംഘർഷപൂരിതമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെ സൂചിപ്പിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോയിൽ നിന്ന് വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.